ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മളുടെ ചാനലിൽ റീഡിംഗ് ഉണ്ടായിരുന്നില്ല. ഞാനത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. ഒരുപാട് പേര് എന്നോട് വന്ന് ഡയറക്റ്റ്ലി വീണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണവും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ തന്നെയായിരുന്നു കൂടുതൽ ടൈം ഉണ്ടായിരുന്നത്. അവിടെ ചില വഴിപാടുകളും അതുപോലെ തന്നെ ചില പ്രാർത്ഥനകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ടൈം അവിടെ തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. ഇന്നിപ്പോൾ നിർമ്മാല്യം കഴിയുന്നത് വരെ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലെ ചാനലിൽ റീഡിംഗ് ഇല്ലാത്തപ്പോൾ നമ്മളത് കമ്മ്യൂണിറ്റി പോസ്റ്റായിട്ട് തന്നെ ഇടും കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും അറിയാനായിട്ടില്ല. നമ്മളുടെ ചാനലിനകത്ത് കയറുക, അതിനകത്ത് ചാനലിലേക്ക് നിങ്ങൾ കയറി കഴിയുമ്പോൾ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു സെക്ഷൻ കാണും. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളോടുള്ള അവരുടെ മനോഭാവം എന്താണ്, അവർ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് ഇതാണ്. ഇവിടെ ഇപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യക്തിയുടെ എനർജി എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ലൈഫിൽ അതുപോലെയുള്ളൊരു സാഹചര്യം നേരിടുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് എന്നുള്ളത് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടിയോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിപ്പോൾ നേരിട്ട് കൂടെ ഉണ്ടാവണമെന്നില്ല, എങ്കിലും ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന തേർഡ് പാർട്ടി ആരാണോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരോട് യാതൊരു താല്പര്യവും ഇല്ലാത്തൊരു പേഴ്സണെയാണ് നമുക്ക് കാണുന്നത്. ഇവരോടൊപ്പം ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അവരോട് ഇവർക്ക് യാതൊരു താല്പര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത് ആ ഒരു തേർഡ് പാർട്ടിയോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, കറൻ്റ്ലി ഉള്ള എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നതും അട്ടർ ഫേക്ക്നെസ് ആണെന്നുള്ളത് പറയാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് താല്പര്യമുണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അഡ്വൈസസും കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുകയാണെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും ഭാവത്തിലായിരിക്കും അവർ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം കഴിഞ്ഞു പോരുന്നത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോട് പെരുമാറുന്നത് ആ ഒരു തരത്തിലായിരിക്കാം. പക്ഷേ നമ്മളിവിടെ പറഞ്ഞതുപോലെ യാതൊരു ആത്മാർത്ഥതയും ഈ പേഴ്സൺ ഇപ്പോൾ അവരോട് ഇല്ല എന്നുള്ളതാണ്. മാനസികപരമായിട്ട് ഒരു ആത്മാർത്ഥത മാത്രമല്ല, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നേഹമോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു തേർഡ് പാർട്ടിയോട് അവർക്കില്ല. അതുമാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടിയെ മറച്ചുകൊണ്ട് അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭൂരിഭാഗം വ്യക്തികൾക്കും ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണേക്കാൾ കുറച്ചും കൂടി വയസ്സ് കൂടിയ ഒരു ലേഡി ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നമ്മളൊരു ബോസിനെസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ ഇതുപോലെയുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയോട് യാതൊരു താല്പര്യമില്ലാഞ്ഞിട്ടും നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് തുടർന്നുകൊണ്ട് പോകുന്നത് എന്തൊക്കെയോ ചില റീസൺസ് ഉള്ളതുകൊണ്ടാണ്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവരോട് യാതൊരു ആഭിമുഖ്യവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു വ്യക്തിയെ മറച്ചുകൊണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഒരാളെ ഹൈഡ് ചെയ്ത് വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പേഴ്സണോടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും എന്തൊക്കെയോ കാര്യങ്ങളുള്ളത് കൊണ്ട് മാത്രം സ്റ്റക്ക് ചെയ്ത് നിൽക്കാനുള്ള ചില കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിട്ട് അഭിനയിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ ഡെപ്ത് അങ്ങനെയായിരിക്കാം. ഇനിയിപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഇവരുടെ ഫാമിലിയോ അങ്ങനെയുള്ള അത്രയും ഡീപ്ലി ഉള്ള ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ മാത്രമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഏതെങ്കിലും തരത്തിൽ ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് പേടിച്ചിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഒരു താല്പര്യവുമില്ല. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് ഒരു തരത്തിൽ ഒരു ഫിയർ ഉണ്ട്, തീർച്ചയായിട്ടും ഒരു ഫിയർ ഉണ്ട്. അതുള്ളത് കൊണ്ട് മാത്രം അത് തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത്
ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കറൻ്റ് നോക്കുമ്പോൾ കാണുന്നതും അവരിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഈ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ചോദിച്ച് വാങ്ങിയതാണെന്നുള്ളത് പറയാം. അതായത് നമ്മൾ തല വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ ഇവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയെ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നുള്ള ഒരു ധാരണയൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ് എന്നുള്ളൊരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ കരുതിയിട്ടുണ്ടെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണും വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് സ്നേഹം, ഇമോഷൻസ് ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ പണത്തിനായാലും അല്ലെങ്കിൽ കരിയറിനായാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് ലൈഫിലുണ്ടെന്ന് കരുതുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ ചില ഗുണഗണങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ലാഭം ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി തേർഡ് പാർട്ടി പറയുന്നത് കേൾക്കുകയോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിനകത്ത് സ്റ്റക്കായി പോവുകയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരോട് ആ ഒരു തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആകുമ്പോൾ തന്നെ നിങ്ങളോട് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം യാതൊരു ക്ലാരിറ്റിയും തരാതെ, അല്ലെങ്കിൽ ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങളോട് സൂക്ഷിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. ഒരുപാട് സീക്രസി നിങ്ങളുടെ അടുത്ത് നിന്ന് ഈ ഒരു പേഴ്സൺ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ളത് തന്നെ പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കുള്ള കാര്യം എന്ന് പറയുന്നത് പോലും ഒരുപാട് സീക്രറ്റ്സ് ഇതിനകത്ത് ഈ പേഴ്സൺ കൊണ്ടുപോകുന്നു എന്നുള്ള നിങ്ങളുടെ തോന്നൽ കൊണ്ടായിരുന്നിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമായിരിക്കാം, ഇവരെല്ലാം എന്നോട് ഓപ്പണായിട്ട് പറയുന്നില്ല, എന്തൊക്കെയോ ചുറ്റിക്കളികൾ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ സീക്രറ്റ്സ് ഇതിന് പിന്നിലുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തൊരു കാര്യമായിട്ടൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും അല്ലെങ്കിൽ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുകയും ചിലപ്പോൾ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാത്തതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവാം, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം. ആ ഒരു രീതിയിൽ പോയിരുന്നപ്പോഴൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആൾ ഭയങ്കരമായിട്ട് വിശ്വാസം അർപ്പിച്ചതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ നമുക്കിവിടെ നോക്കുമ്പോൾ കാണാം ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ആൾക്ക് കിട്ടിയത് ആ ഒരു 10 ഓഫ് സോർട്സിൻ്റെ എനർജിയാണ്. അതായത് അത്രത്തോളം ഇനിയൊന്നും ബാക്കി വെക്കാനില്ല എന്നുള്ള ഒരു രീതിയിൽ മനസ്സ് മടുത്ത് പോകുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപാട് പ്ലാൻ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ആ ഒരു റിലേഷൻഷിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു വ്യക്തി അത്രത്തോളം വളർത്തിക്കൊണ്ട് വരുമായിരുന്നെങ്കിൽ നമ്മൾ കടയ്ക്കൽ കത്തി വെക്കുക എന്ന് പറയുന്നത് പോലെ ആളുടെ കംപ്ലീറ്റ്ലി ഉള്ള ചിന്തകൾക്കും അല്ലെങ്കിൽ പ്ലാനിങ്ങിനും എല്ലാം ഒരു കടയ്ക്കൽ കത്തി വെക്കുന്ന പോലെയുള്ളൊരു അനുഭവം ആൾക്ക് നേരിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൾ പ്ലാൻ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ആൾ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണോ ധരിച്ചിരുന്നത് അതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സീക്രറ്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലാരിറ്റിയും തരാതെ കൊണ്ടുപോയത് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ അത് സെപ്പറേഷനിൽ പോയപ്പോഴും ഒരു നോ കോൺടാക്റ്റിൽ പോയപ്പോഴൊന്നും ആളതിന് വേണ്ടിയിട്ട് വലിയൊരു വർക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ ഒട്ടും മൈൻഡ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പോൾ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ടായിരിക്കും ആ ഒരു സമയത്ത് ആൾ പെരുമാറിയിട്ടുള്ളത്. പക്ഷേ എന്തെങ്കിലുമൊക്കെ ആൾക്കൊരു ഹോപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ആൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കൊടുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്. അല്ലെങ്കിൽ ആൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇതിനകത്തുള്ള പാസ്റ്റ് എങ്ങനെയായിരുന്നു, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കൂടുതൽ ക്ലാരിറ്റിയിൽ വന്നിട്ടില്ല, നമ്മളതല്ലല്ലോ നോക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു മനോഭാവവും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന് തന്നെ ഒരുപാട് വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ ലൈഫിൽ കൂടുതൽ വിശ്വസിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ആഭിമുഖ്യം കാണിക്കാതിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഏത് സ്റ്റേജിലായിരിക്കണം പിരിഞ്ഞു പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലൊരു ക്ലാരിറ്റി വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്ന സമയത്ത് നിങ്ങൾ ഒട്ടും ഗൗനിക്കാതിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്ത പേഴ്സൺ ആയിരിക്കാം. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ഇത് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ റൂഡായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കിപ്പോൾ ഒരു ആശ്വാസം അല്ലെങ്കിൽ വിശ്വസിക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ്. അത് തീർച്ചയായിട്ടും അവിടെ ഒരു കമ്പാരിസൺ അവിടെ നടന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഇൻസിഡൻസ് ഉണ്ടായി, അല്ലെങ്കിൽ അവർ ഈ ഒരു തേർഡ് പാർട്ടി പ്രതീക്ഷിച്ചതുപോലെയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞത് തീർച്ചയായിട്ടും അവിടെ നിന്ന് ആൾക്കൊരു തിരിച്ചടി കിട്ടിയതുകൊണ്ട് മാത്രമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള ഒരു റിഗ്രറ്റ് ഉണ്ടെന്നുള്ളത് പറയാം. ആ ഒരു റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നത് വലിച്ചെറിഞ്ഞ് കളഞ്ഞില്ലേ എന്നുള്ളൊരു തോന്നലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കണക്കുകൂട്ടലുകൾ കംപ്ലീറ്റ്ലി തെറ്റായിപ്പോയി എന്നുള്ള ആ ഒരു വിഷമം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെ ഇനി നിങ്ങളെ കോൺടാക്ട് ചെയ്ത് വരും എന്നുള്ളത് കൊണ്ടായിരിക്കാം. ആ ഒരു ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല വഴികൾ ഇവർ അന്വേഷിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങളിലേക്ക് വരും എന്നുള്ള ഒരു ആലോചന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവർക്ക് ഒരു കാര്യത്തിന് മാത്രമേ ഒരു ക്ലാരിറ്റി ഉള്ളൂ. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഹോണസ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഈ ഒരു തേർഡ് പാർട്ടിയെ പോലെ അല്ല എന്നിവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് അതിൻ്റേതായിട്ടുള്ള മാനസിക വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവരിപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല. ചിലപ്പോൾ അത് അവർ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ അത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല, പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ ഹാപ്പി അല്ല എന്നുള്ളത്. എങ്കിലും അവർക്ക് തീർച്ചയായിട്ടും എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു പ്ലാനിങ് തകർന്നു, അല്ലെങ്കിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത പോലെയല്ല ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർ വളരെയധികം തകർന്നു പോകും. കാരണം ഒരുപാട് പ്ലാൻ ചെയ്ത് കെട്ടിപ്പൊക്കിയ തീരുമാനങ്ങളായിരിക്കാം അവർ പോലും വിചാരിക്കാത്തപ്പോൾ പെട്ടെന്ന് ഞൊടിയിടയിലെല്ലാം തകർന്ന് തരിപ്പണമായി പോകുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവിടെ നമുക്ക് കാണാം. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികൾ കൂടുതലും ഇമോഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇമോഷൻസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരെയൊക്കെ ഇമോഷണൽ ഫൂൾസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ അവിടെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യത്തിലും നമ്മൾ ഇമോഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലെങ്കിൽ പോലും റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കുറച്ച് ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു മനസാക്ഷി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ലൈഫിൽ എല്ലാ കാര്യത്തിലും നമുക്ക് അങ്ങനെയുള്ളൊരു സംഭവം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൈഫ് മുന്നോട്ട് പോയിന്ന് വരില്ല. ഇപ്പോൾ നമ്മളുടെ കരിയറിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഒരു ബന്ധമാവുമ്പോൾ, അത് ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ആ ഫീലിങ്സിനും കാര്യങ്ങൾക്കെല്ലാം പരിഗണന കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. എല്ലാവരുടെ അടുത്തും അങ്ങനെ ആവണമെന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം സെൻസിറ്റീവായിട്ട് അല്ലെങ്കിൽ ഇമോഷൻസിന് വാല്യൂ ഒക്കെ കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നമ്മൾ പറഞ്ഞതുപോലെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു തടസ്സം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സന്തോഷങ്ങളില്ലാതെയാവുന്ന കാര്യങ്ങൾ മുന്നോട്ടെടുത്ത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്നത് എന്താണോ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഗ്രോത്തിന് എന്താണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഒരു മാർഗ്ഗം മാത്രം ചൂസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വിചാരിച്ച പോലെ അല്ലെങ്കിൽ അവരുടെ ഒരു കാൽക്കുലേഷൻ പോലെയല്ല അവരുടെ ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് ട്വിസ്റ്റ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ കാര്യങ്ങൾ അങ്ങനെ മാറി മറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ വ്യക്തികൾക്കും ഒരു നോ കോൺടാക്റ്റിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ ഒക്കെ ആയിരിക്കാം. ചിലവർക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സെപ്പറേഷന് ശേഷം ഒരു കോൺടാക്റ്റ് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് വന്ന വ്യക്തി ആയിരിക്കണം എന്നില്ല. തേർഡ് പാർട്ടി ഇപ്പോഴും സൈഡിലുണ്ടാവാം. പക്ഷേ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയിട്ടോ, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു അവർക്കൊരു റിഗ്രറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്പോളജൈസിങ് എന്നുള്ള രീതിയിൽ വന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് വന്ന വ്യക്തിയായിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു കോൺടാക്റ്റ് ചിലർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവാം, പക്ഷേ ഭൂരിഭാഗം വ്യക്തികൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇവർക്ക് വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു രീതിയിൽ തന്നെയായിരിക്കണം വന്നിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്രയും ശ്രമകരമായിട്ടുള്ളൊരു പണിയായിരിക്കാം ചിലർക്കെങ്കിലും. കാരണം ഇതിനകത്തുള്ള തേർഡ് പാർട്ടി ഉണ്ട്. കാര്യം ഇവർക്ക് ഈ ഒരു തേർഡ് പാർട്ടി ഇഷ്ടമില്ല അല്ലെങ്കിൽ താല്പര്യമില്ല എന്നുള്ളത് സത്യമാണ്. മാനസികമായിട്ട് അവർക്ക് അത്രത്തോളം ഒട്ടും താല്പര്യമില്ലാത്തൊരു രീതിയിലാണ് ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ പോലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ കംപ്ലീറ്റ്ലി പ്രത്യക്ഷത്തിലും ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള കെട്ട് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ ഒരുപാട് ഹഡിൽസ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളുടെ റീസ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തുടങ്ങാനായിട്ട് ചിലപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിന്ന് വരാം. അപ്പോൾ കറൻറ്റ്ലി ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തൊക്കെ തടസ്സങ്ങൾ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഞാനത് സഫർ ചെയ്യാൻ റെഡിയാണ്, അല്ലെങ്കിൽ ഒരുപാട് എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ പോലും ഞാനത് വിട്ട് കളയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, ഏത് വിധേനയും എനിക്ക് ഈ റിലേഷൻഷിപ്പ് തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ഡിസയർ ആണ് ഈ ഒരു വ്യക്തിയുടേതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ആൾ നല്ല രീതിയിലൊരു അവയർനെസ് കിട്ടിയിട്ട് വരുന്നൊരു വ്യക്തിയാണ്. ചില ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കില്ല. നമ്മൾക്ക് സ്വന്തം അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രം
നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുപോലുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ കാൽക്കുലേഷനും പ്ലാനിങ്ങും അല്ലെങ്കിൽ ഇവർ ആളുകളെ വിലയിരുത്തുന്ന രീതിയൊന്നും അല്ല യഥാർത്ഥത്തിലുള്ളത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കംപ്ലീറ്റ്ലി അവരെങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് അതിനൊരുപാട് ചേഞ്ച് വന്നു എന്നുള്ളതാണ്. അത് അവരുടെ അനുഭവത്തിലൂടെ തന്നെ ചേഞ്ച് വന്നിട്ടുള്ളൊരു പേഴ്സണാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉള്ളപ്പോൾ പോലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാധീനം എത്രത്തോളം അവർക്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബ്യൂട്ടി എന്തായിരുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ വേറൊരു സ്ഥലത്ത് നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അവർ കൂടുതലായിട്ട് ചിന്തിക്കുകയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡെപ്ത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും പഴയതിനേക്കാളും ശക്തമായിട്ട് കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് ശ്രമകരമായിട്ടുള്ളൊരു കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള ഒരു സംഭവമായിരിക്കും. ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി നല്ല രീതിയിൽ വീണ്ടും മുടക്കുണ്ടാക്കി എന്ന് വരാം. അപ്പോൾ എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടായാലും സഹിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് ഈ ഒരു പേഴ്സൻ്റേതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇതുവരെ നിങ്ങൾക്കൊരു കോൺടാക്റ്റ് കിട്ടാത്ത ഒരു പേഴ്സണാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തതിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഏത് മാർഗ്ഗം ഉപയോഗിച്ച് വരണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡപ്പായി പോയത്, അല്ലെങ്കിൽ ഇതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലാണോ, നോ കോൺടാക്റ്റിലാണോ, സെപ്പറേഷനിലാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത്രയധികം ഒരു നിങ്ങളെ മൈൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഹേർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരാനായിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏത് രീതിയിൽ നിങ്ങളെ സമീപിക്കണം, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ, ഈ ഒരു പേഴ്സൺ ഇനിയും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ളത് പോലും അവർക്ക് അറിയില്ല. എങ്കിലും നിങ്ങളുടെ സാമീപ്യം ഇല്ലാത്തതുകൊണ്ട് ആ ഒരു പേഴ്സൺ നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങളിവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഒരു പക്ഷേ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് സീക്രറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം, നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാത്ത അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ടാവാം, സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ടാവാം, നിങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും എന്തെങ്കിലും ഒരിക്കലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ തനിനിറം ഇവർ തിരിച്ചറിയും, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി എന്താണെന്നുള്ളത് ഇവർ മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, തേർഡ് പാർട്ടി എന്താണെന്ന് ഇവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണേ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യുന്നൊരു റീഡിംഗ് തന്നെയാണ്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി എന്താണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഇവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു തേർഡ് പാർട്ടിയോട് അവർ ഹോണസ്റ്റായിട്ടല്ല നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതിനൊക്കെ ഈ ഒരു തേർഡ് പാർട്ടി അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ഇനി ഒരിക്കലും വരില്ല എന്നുള്ള ഏതെങ്കിലും തരത്തിൽ വാക്ക് വാങ്ങിച്ചു വെക്കുകയോ അല്ലെങ്കിൽ പ്രോമിസും മേടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും പ്രോമിസസോ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പാലിക്കാത്ത രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം എനിക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് എന്തോ ഒരു മുജ്ജന്മ ബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു ഡീപ്പ് കണക്ഷനായിട്ട് മാറിയതെന്നുള്ളത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാൻ ഈ ഒരു പേഴ്സൺ റെഡിയാണെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അവർക്കൊരു ക്വാളിറ്റി ടൈമോ കാര്യങ്ങളോ ഒന്നും തരാൻ സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് അവർ യാതൊരു പ്രയോറിറ്റിയും തരാതെ പോയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം വർക്ക് ചെയ്യും എന്നുള്ള ഒരു എനർജിയും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാൻ നമുക്ക് എളുപ്പം സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മളുടെ പേഴ്സണുമായിട്ട് കലഹങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അടിച്ചു പിരിയാനൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് തിരിച്ചും പഴയതുപോലെ ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് പഴയതിനേക്കാൾ ബ്യൂട്ടിയായിട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. എല്ലാ കാര്യങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്നൊരു സംഭവമാണ്. നശിപ്പിക്കാനായിട്ട് വളരെ എളുപ്പമാണ്, പക്ഷേ അത് തിരിച്ച് കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു പഴയ വിശ്വാസത്തോടു കൂടി വീണ്ടും അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരിക എന്ന് പറയാൻ അത്രയും ഒരു പേഷ്യൻസ് നമ്മൾക്ക് വേണം, അല്ലെങ്കിൽ അത്രയും നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് എനർജി എടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവും എന്നുള്ളത് അറിയില്ല, എങ്കിലും ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സിറ്റുവേഷനും ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി എനർജിയും പിന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോടും തേർഡ് പാർട്ടിയോടും കാണിച്ചിരുന്ന ആഭിമുഖ്യങ്ങളും കാര്യങ്ങളും എല്ലാം കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടേതാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനും റിലേഷൻഷിപ്പ് പഴയതിനേക്കാൾ നന്നായി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്.
അവർക്കും കൂടി ഒരു തോന്നൽ വന്നിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു എഫേർട്ടും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായി പോകാൻ ആവശ്യമാണെന്നുള്ളത് ഒരു തോന്നലും കൂടി വന്നിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്ക് കാണുന്നത്. പിന്നെ കുറച്ച് പേർക്ക് നമ്മൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ കോൺടാക്റ്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ വന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായിട്ട് മടങ്ങി വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളെന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി വരുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് അതിനുള്ളൊരു അവസരം അവർക്ക് കൊടുത്തു എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.